ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് രേഷ്മ. ഞാൻ വരുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ചെറുകോൽ സെൻറ്റ് മേരീസ് പള്ളിയിലെ ഇടവകാംഗമാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2022 നവംബർ 30 ആയിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം 2018 മുതൽ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതായത് തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ ശരീരം പൊതുവേ വണ്ണം വയ്ക്കുന്ന ഒരു തൈറോയ്ഡായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ പൊതുവെ മെലിഞ്ഞ് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമല്ല, ക്ഷീണം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് വയറ്റിൽ ഒരു നീര് പോലെ നീർക്കെട്ട് കണ്ടതിനെ തുടർന്ന് ഞാൻ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണാൻ പോയി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ പറഞ്ഞു ലിവറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം. ലിവർ കംപ്ലയിൻ്റ് ആയത് അറിയാൻ എൻഡോസ്കോപ്പിക്കായിട്ട് വരാൻ പറഞ്ഞു. ഇങ്ങനെ ലിവറിന് കംപ്ലയിൻ്റ് ആയെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ നിയോഗം വെക്കുന്നത് എൻ്റെ ലിവർ മാറ്റി വെക്കേണ്ട ഒരവസ്ഥ എനിക്ക് ഉണ്ടാവരുത്. അമ്മ മാതാവും തിരുക്കുമാരനും ചേർന്ന് തന്നെ സുഖപ്പെടുത്തണം. അങ്ങനെ സൗഖ്യം തന്നാൽ ഞാൻ എൻ്റെ കുടുംബസമേതം ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത്. അങ്ങനെ ഇവിടുന്ന് കിട്ടിയ തൈലവും എണ്ണയും തേനും ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ എൻഡോസ്കോപ്പിക്ക് കയറി. അവിടെ ചെന്ന് എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ സിറോസിസ് ആണ്, ലിവർ മാറ്റി വെക്കാതെ പറ്റത്തില്ല, ലാസ്റ്റ് സ്റ്റേജ് ആയി എന്നാദ്യം പറഞ്ഞു. അപ്പോഴേ ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് തകർന്നു പോയി. ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ലിവർ മാറ്റി വെക്കണമെങ്കിൽ തന്നെ അതിന് 23 ലക്ഷം രൂപയോളം ആകും എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ കൊല്ലത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ റിസൾട്ടെല്ലാം നേരത്തെ ടെസ്റ്റ് ചെയ്ത റിസൾട്ടെല്ലാം കാണിച്ചു. ആ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് ഇത് ലാസ്റ്റ് സ്റ്റേജ് ആയെന്ന്. ഇതൊന്നും ആയിട്ടില്ല, ഇതിപ്പോൾ നമുക്ക് ലിവറിന് ഇങ്ങനെ ലിവർ സിറോസിസ് ആണെന്ന് പറഞ്ഞെങ്കിലും അതെന്തുകൊണ്ടാണ് വന്നതെന്ന് ആദ്യം നമുക്ക് MRI സ്കാൻ ചെയ്ത് നോക്കണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൽ തന്നെ വിശ്വസിച്ച് MRI സ്കാനിങ്ങിന് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവറിലോട്ട് പോകുന്ന ഞരമ്പെല്ലാം ബ്ലോക്കായിരിക്കുകയാണ്. നമുക്ക് ബ്ലോക്ക് മാറ്റി സർജറി സക്സസ് ആയാൽ ലിവർ മാറ്റി വെക്കേണ്ടതായിട്ട് വരത്തില്ല. അല്ലെങ്കിൽ ഇതല്ല വേറൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ ലിവർ മാറ്റി വെക്കാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി എൻ്റെ കല്യാണമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. നിശ്ചയത്തിൻ്റെ തലേ ദിവസം 2 ദിവസം മുന്നെയാണ് എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതറിഞ്ഞപ്പോൾ തന്നെ കല്യാണം ഉറപ്പിച്ച പയ്യനും അവരുടെ വീട്ടുകാരും പറഞ്ഞു അവർക്ക് താല്പര്യമില്ല, ഒരു രോഗിയെ കൊണ്ട് നടക്കാൻ അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവർ കല്യാണം ഒഴിഞ്ഞു. അതിനുശേഷം അവിടുന്ന് ഞങ്ങളെ എറണാകുളം ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ 6 മാസത്തേക്ക് മെഡിസിൻ തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം 3 മാസം മെഡിസിൻ കഴിച്ച് നോക്കിയിട്ട് അതിലൂടെ ബ്ലഡ് അലിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങി. അതിന് ഇടയിൽ എനിക്ക് വയറ്റിൽ നീര് കൂടിക്കൊണ്ടേയിരുന്നു. നീര് കൂടിയപ്പോഴും ഞാൻ പ്രാർത്ഥന മുടക്കാനോ പ്രേക്ഷിത പ്രവർത്തനം മുടക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഒട്ടും വയ്യെങ്കിലും ഞാൻ അനാഥാലയത്തിൽ അമ്മമാരെ കാണാൻ പോകും. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പത്രം എല്ലാവർക്കും, ക്രിസ്ത്യാനികൾക്കെന്ന് മാത്രമല്ല എനിക്കറിയാവുന്ന എൻ്റെ കാര്യം അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന മാത്രമല്ല ഒരുപാട് ഹിന്ദുക്കൾക്കുമാണ് ഞാൻ പത്രം കൊടുത്തിട്ടുള്ളത്. അവരൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന്, ഈ കൃപാസനം പള്ളിയിൽ നിന്നൊക്കെ പറഞ്ഞ് ശരിയാണോ എന്ന്. അപ്പോഴും ഞാൻ വിശ്വസിച്ച് അങ്ങനെ ഒരു പള്ളി ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും, ആ മാതാവ് എന്നെ സുഖപ്പെടുത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങനെ 3 മാസത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ശ്വാസമുട്ടൽ അല്ലാതെ ബ്ലഡ് വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബ്ലഡ് വോമിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റി. ഡോക്ടർ പറഞ്ഞ് എൻഡോസ്കോപ്പി ചെയ്താലേ ബ്ലഡ് വോമിറ്റ് ചെയ്ത് എന്താണെന്ന് അറിയത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തപ്പം അന്നനാളത്തിലോട്ട് പോകുന്ന ഞരമ്പ് പൊട്ടിയതാണ്.
എന്ന് പറഞ്ഞു. അങ്ങനെ ബാൻ ചെയ്ത് 3 ദിവസം ICUയിൽ ഒബ്സർവേഷനിലായിരുന്നു. ഒബ്സർവേഷൻ കഴിഞ്ഞ് എൻ്റെ വയറ്റിലെ നീര് കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയച്ച് ഡോക്ടർ പറഞ്ഞു ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യണം, സർജറി ചെയ്തില്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും, അതുകൊണ്ട് എറണാകുളത്തോട്ട് ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നത്. ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് ഒട്ടും വയ്യെങ്കിലും ഞാൻ കിടന്നുകൊണ്ടായാലും ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കിടയിൽ അച്ഛൻ പറയുകയുണ്ടായി, വയറ്റിൽ നീരുള്ളവരെയും കരളിന് അസുഖമുള്ളവരെയും കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം നൽകുന്നതെന്ന്. ആ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിലൊരാൾ ഞാനാണ്. ഞാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കുറിച്ചാണെന്നും എൻ്റെ അസുഖം മാറി ഞാൻ എഴുന്നേറ്റ് നിൽക്കും എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ മാതാവിനെ ഞാൻ കാണുകയുണ്ടായി. മാതാവിനെ കണ്ടപ്പോൾ ആദ്യം കല്യാണം മുടങ്ങിയ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇങ്ങനൊരു അസുഖം ഉണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം പ്രഗ്നൻസി റിസ്ക്കാണ് എന്നൊരു കാരണം പറഞ്ഞിട്ടാണ് അവർ മെയിനായിട്ട് കല്യാണം ഒഴിഞ്ഞു പോയത്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനെ കാണിച്ചപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഗർഭിണിയായി നിൽക്കുന്ന മാതാവിനെയാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുകയും ചെയ്തു കല്യാണത്തിന് ശേഷം ഇങ്ങനെയുള്ള കാര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഡോക്ടർ ഇത്രേ പറഞ്ഞുള്ളൂ, ആരാ പറഞ്ഞേ, സർജറി കഴിഞ്ഞ് എല്ലാം സക്സസ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു കുഴപ്പമില്ല, മുന്നോട്ടൊന്നും പേടിക്കാനില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിശ്വസിച്ച് ഉറപ്പാണ്. ഇപ്പം ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു സൂചന തന്നെയാണെന്ന് ഞാൻ കരുതി. അതിനു മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ദിവസം ഒരു സാക്ഷ്യം കൂടുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരമ്മ പറയുകയുണ്ടായി, മാതാവ് സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകിയെന്ന്. ഞാനപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കും മാതാവിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് വന്നുകൂടെ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അന്ന് വൈകിട്ട് ഞാൻ സ്വപ്നത്തിൽ എൻ്റെ മാതാവിനെ കണ്ടു. ഒരു സ്വർണ്ണ വസ്ത്രത്തിലായിരുന്നു ഞാൻ കണ്ടത്. എന്നോട് വന്നിട്ട് പറഞ്ഞത് ഒന്നും ഭയപ്പെടേണ്ട എന്ന് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സർജറിക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു സർജറിക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരു CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ 3 ബ്ലോക്ക് എന്നുള്ളത് അത് 2 എണ്ണമായിട്ട് കൂടി. അപ്പോൾ അതുകൊണ്ട് ലിവർ മാറ്റി വെക്കണം, അതിന് 7 ലക്ഷം രൂപയോളം ആകുമെന്ന് പറഞ്ഞു. 1 രൂപ പോലും കയ്യിലില്ലാതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ ചെന്ന് എന്നിട്ടും ഞാൻ പോകുന്ന ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ മാതാവിൻ്റെ കാശ് രൂപവും അതുപോലെ നേർച്ച വസ്തുക്കളും മാതാവിൻ്റെ പടവും പത്രവുമായിട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇത്രയും പൈസ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്, 2 ദിവസത്തിനുള്ളിൽ ഈ സർജറി നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഒരു വഴി നീ തന്നെ കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഡോക്ടർ വന്ന് പറഞ്ഞു ലിവർ മാറ്റി വെക്കാൻ വരട്ടെ, അതിനു മുമ്പ് നമുക്ക് ബ്ലോക്ക് മാറ്റി നോക്കണം, ബ്ലോക്ക് മാറ്റി ലിവറിലോട്ട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ ലിവർ മാറ്റി വെക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആരൊക്കെയോ എന്നെ സഹായിച്ചു. എനിക്കറിയാത്ത ഒരുപാട് പേരുണ്ട്. മാതാവായിട്ട് തന്നെ മുന്നിൽ നിന്ന് എന്നെ സഹായിച്ചതാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. മിനിറ്റുകൾക്കുള്ളിലാണ് അക്കൗണ്ടിലോട്ട് പൈസ എത്രയും വന്നത്. അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞു. സർജറി എന്ന് പറഞ്ഞ ഒരു 10.5 മണിക്കൂറത്തെ സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് ഇതൊരു മിറാക്കിൾ തന്നെയാണ്. കാരണം 10 പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണിത്. പക്ഷേ ഇത് ഇത്രയും സക്സസ് ആവും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. വർഷങ്ങൾ കൊണ്ട് കുഞ്ഞിലേ മുതൽ തുടങ്ങിയ ഒരു അസുഖമാണ് ഞരമ്പ് ബ്ലോക്ക് ആവുക എന്നുള്ളത്. അപ്പം അത് ഞരമ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്നാണ് ഞരമ്പ് കിട്ടിയതും സർജറി കഴിഞ്ഞതും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ലിവർ മാറ്റി വെക്കണ്ട, നമുക്ക് ലിവറിലോട്ട് നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ട്. അങ്ങനെ സ്കാനിങ് എല്ലാം ചെയ്തപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. അങ്ങനെ 3 ദിവസം ഞാൻ ICUയിൽ കിടന്നു ഒബ്സർവേഷന്. അവിടെ കിടന്നപ്പോൾ ഞാനും എന്നെ നോക്കുന്ന സിസ്റ്ററും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ മരുന്നിൻ്റെ ഒരു മയക്കത്തിൽ കിടന്ന സമയത്ത് എന്നെ ആരോ പുറകിൽ നിന്ന് ബോധം പെട്ടെന്ന് വന്നപ്പോഴേക്കും എന്നെ ആരോ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞ് ഒന്നും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ റൂമിൽ കിടന്ന സമയത്തും എൻ്റെ ആ സർജറി ചെയ്ത വെയിൻ പിടിച്ച ഭാഗത്ത് കരളിൻ്റെ ഭാഗത്തായിട്ട് അവിടെ ഒരു സ്പർശനം എനിക്ക് സുഖപ്പെട്ടു. അപ്പോഴും ഞാൻ വിശ്വസിച്ച് കണ്ണു തുറന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരെയും ഞാൻ കണ്ടില്ല. അതെൻ്റെ അമ്മ മാതാവാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ ആയിട്ടാണ് പോയത്. ഡോക്ടർ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞ് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല, കാരണം
സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് 1 മാസത്തിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഇത്രയും നോർമലാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് അത്ഭുതമാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിന് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. എന്നെ അവിടെ കാണുമ്പോൾ ആ സിസ്റ്റർമാരെല്ലാം എന്നെ വിളിക്കുന്ന മിറാക്കിൾ ഗേൾ എന്നാണ്. ഞാൻ നാട്ടിലൊക്കെ ആയാലും ഇപ്പോഴും ഇറങ്ങുന്ന സമയത്ത് എന്നെ എല്ലാവരും കാണുമ്പോൾ പറയുന്ന മാതാവ് തൊട്ട് അനുഗ്രഹിച്ച കൊച്ചാണ് പോകുന്നത്, അവൾ പ്രാർത്ഥിച്ചാൽ മാതാവ് കേൾക്കും. അങ്ങനെ എന്നോട് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാർത്ഥനകളുടെ കാര്യം. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഞാനിങ്ങനെ ഒരു ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഈ സന്നിധി വന്ന് ഒരിക്കലും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ കരൾ മാറ്റി വെക്കരുതേ എന്നായിരുന്നു. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും ഇടപെട്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം തന്ന്. അത് മാത്രമല്ല, കല്യാണം മുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. കാരണം കൂട്ടത്തിൽ നിന്നവരും പോയി ഇങ്ങനെ ഒരു അസുഖമാണെന്നറിഞ്ഞ്. അതേ നാട്ടിൽ തന്നെ ഈ സർജറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിവാഹബന്ധം ഉണ്ടായി. അവരുടെ മുന്നിൽ, എന്നെ തല കുനിപ്പിച്ചവരുടെ മുന്നിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കാൻ അമ്മ മാതാവ് എനിക്കൊരവസരം നൽകി. അതേപോലെ തന്നെ എനിക്കിങ്ങനെ കിട്ടിയ ഒരു അനുഗ്രഹം കണ്ടിട്ട് എൻ്റെ വീടിന് ചുറ്റുമുള്ളവരും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവർക്കെല്ലാം മാതാവ് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഈ മാതാവിൻ്റെ മകളായിട്ട് ജനിക്കാനാണ്. ഞാൻ എന്നെ തന്നെ നവംബർ 30 2022 ഈ അമ്മ മാതാവിനെ സമർപ്പിച്ചതാണ്. ആ മാതാവ് ഉള്ളിടത്തോളം കാലം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരാപത്തും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സൗഖ്യം തന്നതിന് എൻ്റെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.